പീപ്പിൾ, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് US-ലാണ്. നമ്മളിന്ന് രാവിലെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 8 o'clock 8:30 ആയപ്പോഴത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ബോർഡറിൻ്റെ അവിടെ എത്തി. അവിടെ ഉണ്ടായിരുന്ന പ്രൊസീജിയർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പാസ്പോർട്ട് കാണിച്ചു, പിന്നെ കാനഡയിലുള്ള നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ വർക്ക് പെർമിറ്റ് കാണിച്ചു കൊടുത്തു. പിന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു. എങ്ങോട്ടാണ് പോകുന്നത്, ട്രിപ്പിന് എത്ര ദിവസത്തെ ട്രിപ്പാണ്, എന്തിനാണ് ഇങ്ങോട്ട് ട്രിപ്പിന് വരുന്നത്, ഇവിടെ എന്ത് കാണാനാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ ഐറ്റിനറി കാണിച്ചു കൊടുത്തു. പിന്നെ അവർ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ചോദിച്ചു, അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളതൊക്കെ കാണിച്ചു കൊടുത്തു. അവിടുത്തെ പ്രൊസീജിയർ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾക്ക് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുവാണ്. ഇതൊരു പാർക്കാണ്. ഇവിടെ നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസ്, ഊഞ്ഞാൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നടക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു യൂഷ്വൽ പാർക്ക്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർക്ക് ഒരു ലേക്കുണ്ട്. ആ ലേക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ലേക്ക് സറൗണ്ട് ചെയ്തിട്ടാണ് ഈ പാർക്ക് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ. ഞാൻ രാവിലെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സാരമില്ല, ഇവിടെ എത്തിയിട്ട് ഇൻട്രോ എടുക്കാമെന്ന്. അമേരിക്കയും കാനഡയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഗ്രീനാണ്. കാനഡയിൽ ഓൾറെഡി സ്പ്രിംഗ് ആണ്, പക്ഷേ എല്ലാ സ്ഥലത്തൊന്നും ഗ്രീനും ഫ്ലവേഴ്സൊന്നും ആയിട്ടില്ല. ഇവിടെ മോസ്റ്റ്ലി എല്ലാ സ്ഥലങ്ങളും ഗ്രീനാണ്. കുറേയൊക്കെ മരങ്ങളിലൊക്കെ ഫ്ലവേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വെതർ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ വെയിലും ചൂടും ഒക്കെ ഉണ്ട്. കാനഡയിൽ ഇപ്പോഴും തണുപ്പാണ്. ഞങ്ങൾ വെതർ നോക്കിയപ്പോൾ റെയിനിങ് എന്നാണ് കാണിച്ചത്, പക്ഷേ ഇവിടെ ബോർഡർ ക്രോസ് ചെയ്തപ്പോൾ US-ൽ നല്ല വെയിലും നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലേക്കുണ്ട്. ആ ലേക്കിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഈ പാർക്ക് വരുന്നത്. അതിൻ്റെ ഷോർട്സ് ഞാൻ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് നോക്കാം, ബാക്കി കാര്യങ്ങൾ ഞാൻ വഴി ആഡ് ചെയ്യാം. നമ്മളിവിടുന്ന് നേരെ നടക്കുമ്പോൾ ഈ വലതുവശത്ത് കാണുന്നത് ഒരു ഗാർഡൻ ആണ്. ഈ വെള്ള കളർ സംഭവം അതിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. ബാക്കിൽ വേറെ എൻട്രൻസ് വരുന്നുണ്ട്. മഴ പെയ്തതുകൊണ്ട് കുറച്ചൊക്കെ പൂക്കളിങ്ങനെ കൊഴിഞ്ഞിരിക്കുമായിരുന്നു. അവിടുന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ചെറിയ തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ലേക്ക്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണല്ലേ ഇത്. നീലാകാശം, പച്ച ഭൂമി, അതിൻ്റെ കൂടെ നല്ല തെളിഞ്ഞ നീല വെള്ളം. ഒരുപാട് പേര് അതിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ വ്യൂ ആസ്വദിക്കാനായിട്ട് അവിടെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി. നമ്മൾ രാവിലെ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഏകദേശം സമയം 12:30 നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമ്മൾ 7-Eleven കയറിയിട്ട് ഒരു ഡ്രിങ്കും പിസ്സയും ചിക്കൻ്റെ ഒരു സാധനം കൂടെ മേടിച്ചു. ഇനി അത് കഴിച്ച് നമ്മൾ വണ്ടിയിലേക്ക് പോവുകയാണ്. നമ്മൾ ആക്ച്വലി ഇവിടെ സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലത്ത് വന്നതാണ് ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒന്നും പാർക്കിംഗ് കിട്ടിയില്ല. പിന്നെ പേ ആൻഡ് പാർക്കായിരുന്നു, പക്ഷെ അവിടെ ഒന്നും സ്പോട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല വെതറാണ്, വെയിലുണ്ട്, എന്നാൽ ചെറിയൊരു തണുപ്പും ഉണ്ട്. അതുകൊണ്ട് നടക്കാനൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ കുറച്ച് നേരം നടക്കാമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഫുഡ് കിട്ടി. ഇനി വണ്ടിയിലേക്ക് പോകാം. ദിസ് ഈസ് കനാൽ സൈറ്റ്. പണ്ട് വേൾഡ് വാർ 2 നടന്ന ടൈമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഷിപ്പാണ് ആ കിടക്കുന്നത്. അപ്പോൾ എത്ര വർഷം പഴക്കമുണ്ട്. ഇതുകൂടാതെ ഇവിടെ ഒരു മ്യൂസിയവും അവിടെ ഒരു നേവൽ പാർക്കും ഉണ്ട്. മ്യൂസിയം പിന്നെ പണ്ടേ നമ്മുടെ അജണ്ടയിൽ വരാത്തത് കൊണ്ട് നമ്മളവിടെ പോയില്ല. ഇപ്പം നിങ്ങൾ കണ്ടതാണ് ഹൈ ഫോൾസ്. പണ്ടെന്ന് പറയുമ്പോൾ പണ്ട് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിന് പെരുത്ത് സഹായം ചെയ്ത പുള്ളിയാണ് ഈ ഫോൾസ്. റോച്ചസ്റ്റർ സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ നിൽക്കുന്ന ഈ ഫാൾസിന് ചുറ്റും ആ ഒരു പാർക്കും നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ ആ വലിയ ബ്രിഡ്ജും ബിൽഡ് ചെയ്ത് ഇത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കി.
ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലെ വ്യൂ കൂടെ കാണാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണങ്ങിയിരിക്കുന്ന കണ്ടപ്പോൾ സമ്മറിൽ ഇതിൻ്റെ വ്യൂ എന്താണെന്ന് കാണാൻ ഞാൻ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു. ഇപ്പം കാണുന്ന പോലെ അല്ലടോ, സമ്മറിൽ നല്ല ഭംഗിയായത് കാണാൻ. പിന്നെ കണ്ണുകൊണ്ട് കാണുന്ന ഭംഗി പകർത്തിയാൽ കിട്ടില്ലല്ലോ. ഈ സൈഡിൽ കാണുന്ന പോലെ അവിടെ ഇരിക്കാനായിട്ട് ഇഷ്ടം പോലെ ബെഞ്ചുണ്ട്. പക്ഷേ ബെഞ്ചിൻ്റെ ഇടയ്ക്കുള്ള ഈ ഹോൾ എന്തിനാന്ന് ചോദിച്ചാൽ അത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞെങ്കിലും നല്ല കാറ്റ് കാരണം ഒന്നും കേട്ടില്ല എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ചുണ്ടനക്കം കണ്ടിട്ട് നിങ്ങൾ ഈ വഴി വരുവാണെങ്കിൽ ഈ പ്ലേസ് എന്തായാലും വിസിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ ഒരു പാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ കാണുന്നതാണ് ആ പറഞ്ഞ പാർക്ക്. ഇവിടെ ഇഷ്ടംപോലെ പിക്നിക് ടേബിൾസ് ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ആംബിയൻസ് ആണ് ഈ പാർക്കിലുള്ളത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കണ്ട മറ്റൊരു സംഭവമാണ് ബാർബിക്യൂ സ്റ്റേഷൻ. ഇങ്ങനൊരു സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ കാനഡയിലാണെങ്കിലും ഇതുപോലെ ബാർബിക്യൂ സ്റ്റേഷനുള്ള പാർക്ക് ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പം നമ്മുടെ വാട്ടർഫോൾ വരുന്നത് ആ സ്ഥലത്താണ്. അവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ കണ്ടത്. അങ്ങനെ കുറച്ചു നേരം അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടെ ആകാശം കണ്ടാൽ തോന്നില്ലെങ്കിലും സമയം ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് ഈ പാലം തന്നെയാണ്. കാണുമ്പോൾ വലിയ ലുക്കൊന്നുമില്ലല്ലേ, പക്ഷേ ഹിസ്റ്റോറിക്കലി ഇതിനൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ട്. ആ കഥയും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഈ 2 ബോർഡിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് 2 മിനിറ്റ് ഇതൊക്കെ ഇരുന്ന് വായിക്കാം. ഡിന്നർ കഴിക്കാൻ ആപ്പിൾ ബിയർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. അന്നത്തെ അവരുടെ സ്പെഷ്യൽ മാംഗോ ആൻഡ് ലെമൺ കോമ്പിനേഷൻ വരുന്ന ഒരു ഡ്രിങ്കാണ്. അവിടുത്തെ സ്റ്റാഫാണ് ഇത് നമുക്ക് സജസ്റ്റ് ചെയ്തത്. സംഭവം എന്തായാലും കിടുക്കാച്ചിയായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ ആദ്യം കണ്ടത്. പിന്നെ കഴിക്കാൻ നമ്മൾ ഓർഡർ ചെയ്തത് സ്റ്റേക്കാണ്. ആദ്യം വായിലിട്ടപ്പോൾ നാക്ക് പൊള്ളിയതൊഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ മനസ്സും വയറും നിറഞ്ഞു. അതോടൊപ്പം ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാൻ ടൈമും ആയി. നമ്മൾ സ്റ്റേ ചെയ്യാൻ Airbnb ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഡിന്നർ കഴിച്ച് നേരെ അങ്ങോട്ട് പോയി നല്ലൊരു ഉറക്കം പാസ്സാക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.